ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 57ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ദത്തൻ എത്ര കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവൻ എങ്ങനെയെങ്കിലും വർണ്ണയെ കാണണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീയാണെങ്കിൽ തൻ്റെ 2 കൈയും കാലും പാർത്തിയുടെ ദത്തൻ്റെ മേലിട്ടാണ് ഉറക്കം. ഉറക്കത്തിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. ഇതിനെ കണ്ട് മനുഷ്യൻ തോറ്റു. ദത്തൻ തൻ്റെ മേലുള്ള സ്ത്രീയുടെ കൈയും കാലും എടുത്ത് മാറ്റി തിരിഞ്ഞു കിടന്നതും മുന്നിലൊരു രൂപം അടുത്തേക്ക് വരുന്നു. ദത്ത! കറുത്ത രൂപം കണ്ട് ദത്തനൊന്ന് ഞെട്ടി. അമ്മേ! അവൻ ബെഡിൽ നിന്ന് ചാടി എണീറ്റതും വർണ്ണ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. ദത്ത, ഒച്ച വയ്ക്കല്ലേ, ഇത് ഞാനാ, അവൾ അടക്കി പിടിച്ച ശബ്ദത്തിൽ പറഞ്ഞു. ദത്തൻ ബെഡിൽ എണീറ്റു. നീ എന്തെവിടെ? നിന്നോട് ഞാൻ ഭദ്രയുടെ റൂമിൽ കിടക്കാനല്ലേ പറഞ്ഞേ? നിന്നെ പുറത്തു പോകാൻ സമ്മതിക്കരുത് ഞാൻ അവരോട് പറഞ്ഞതാണല്ലോ. ദത്തൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചതും വർണ്ണ ദത്തൻ്റെ ചെവിയുടെ അടുത്തേക്ക് കുനിഞ്ഞു നിന്നു. ഒന്ന് ഇറങ്ങി എണീറ്റപ്പോൾ നിന്നെ കാണാതെ എനിക്ക് സങ്കടം വന്നു. ഞാനിങ്ങോട്ട് വരാൻ എണീറ്റപ്പോൾ ശീലു സമ്മതിച്ചില്ല ദത്ത. അവസാനം അവൾ ഉറങ്ങുന്നവരെ കാത്തിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടേക്ക് എണീറ്റ് വന്നതാ. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. ദത്തൻ പതിയെ ബെഡിൽ നിന്നും താഴെ ഇറങ്ങി ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ട് ശ്രീരാഗിൻ്റെ അപ്പുറത്ത് കിടന്ന പാർത്തിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവൻ പതിയെ ഫോൺ എടുത്ത് ബെഡ് റെസ്റ്റ് ചാരിയിരുന്നു. നിനക്കെന്നെ കാണാതെ സങ്കടം വന്നില്ലേ ദത്ത? മുകളിലെ നീളം വരാന്തയിലെ ചെയറിലിരിക്കുന്ന ദത്തൻ മടിയിലിരിക്കുന്ന വർണ്ണ ചോദിച്ചു. ഏയ് ഇല്ലാലോ, ഒരു തരി പോലും ഇല്ല. മാത്രമല്ല ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അതിൻ്റെ ഇടയിൽ വന്ന് നീയാ ശല്യപ്പെടുത്തിയേ. ദത്തൻ അവളുടെ തോളിൽ താടി കുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ നീ പോയി ഉറങ്ങിക്കോ, ഞാൻ ശല്യം ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ എണീറ്റ് ദത്തൻ കള്ളച്ചിരിയോടെ അവളുടെ വയറിലൂടെ കൈ ചേർത്ത് തൻ്റെ മടിയിലേക്ക് തന്നെ ഇരുത്തി. എൻ്റെ കുഞ്ഞിനെ കാണാതെ ഈ ദത്തൻ എങ്ങനെയാടാ ഉറങ്ങുക? നിന്നിങ്ങനെ ചേർത്ത് പിടിക്കാതെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? നിൻ്റെ അടുത്തേക്ക് ഞാൻ വരാൻ നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും എൻ്റെ കുട്ടി എൻ്റെ അടുത്തേക്ക് എത്തി. ശരിക്കും? അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു. അതേടാ. ദത്തൻ അവളെ തനിക്ക് നേരെ തിരിച്ചിരുത്തിയതും വർണ്ണ അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നു. ദത്തൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ച് 2 കൈകൾ കൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഇരുവരെയും ഹൃദയമെടുപ്പും പോലും ഒന്നായ നിമിഷം. ഇരുവരും ഒന്നും മിണ്ടാതെയിരുന്നു. കുറച്ചു കഴിഞ്ഞത് അവൻ്റെ നെഞ്ചിൽ കടന്ന് വർണ്ണ ഉറങ്ങിയിരുന്നു. ദത്തൻ 2 കൈകൾ കൊണ്ട് അവളെ എടുത്ത് റൂമിലേക്ക് നടന്നു. വർണ്ണയെ ബെഡിൽ കിടത്തി ദത്തൻ വന്ന് ഡോർ ലോക്ക് ചെയ്ത് അവളുടെ അരികിൽ കിടന്നു. വർണ്ണയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ പതിയെ ഉറങ്ങി. രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് ദത്തൻ പറഞ്ഞിരുന്നു. പക്ഷേ ദർശനയ്ക്ക് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതിനാൽ അവൾ വരുന്നില്ല എന്നും വർണ്ണയോട് ഇഷ്ടമുള്ളത് ദർശനയ്ക്ക് സെലക്ട് ചെയ്യാനും പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങാട്ടോ, ദർശന തിരക്കിട്ട് പറഞ്ഞുകൊണ്ട് ചെറിയമ്മ കൊണ്ടുവന്ന ലഞ്ച് ബോക്സും ബോട്ടിലും സൈഡ് ബാഗിലേക്ക് വെച്ചു. ഇവിടെ സ്കൂളിലാക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ, അതുകൊണ്ട് ഞാനും ഇറങ്ങാം. രാഗ് ദർശനയ്ക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ഇവനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിൽ കുത്തിക്കളിച്ച് നടക്കാനേ സമയമുള്ളൂ. സംതിങ് ഫിഷി. ഫോണിൽ നോക്കി സ്റ്റെയർ ഇറങ്ങി വരുന്ന പാർത്തിയെ കണ്ട് ശ്രീരാഗ് അടുത്തിരിക്കുന്നത് അത്തനോട് പറഞ്ഞു. എടേ ഏട്ടാ, അതിന് നിന്നെപ്പോലെ കാട്ടുകോഴിയല്ല പാർത്തിയേട്ടൻ. അത് കേട്ടതും ഭദ്ര പറഞ്ഞു. കാട്ടുകോഴി നിന്റെ മറ്റവനാടി, നീ പോടത്തവളക്കണ്ണ ഇടി നിന്നെ. ശ്രീ കയ്യിൽ കിട്ടിയ പഴത്തിൻ്റെ തൊലിയെടുത്ത് ഭദ്ര എറിഞ്ഞു. മോനെ, നീ ഒന്നും കഴിക്കുന്നില്ലേ? പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന പാർത്തിയോട് ദത്തൻ്റെ അമ്മ ചോദിച്ചു. വേണ്ടമ്മായി, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, ഇപ്പം തന്നെ ലേറ്റായി. പാർത്തി ഫോണിൽ നിന്നും തല ഉയർത്താതെ തന്നെ പറഞ്ഞ് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും പാർവതി താഴേക്ക് വന്നിരുന്നു. അവൾ ചെയറിൽ ഇരുന്നതും ദത്തൻ്റെ അമ്മ വേഗം വന്ന് അവൾക്ക് പ്ലേറ്റിലേക്ക് പുട്ടും കറിയും വിളമ്പി. ശേഷം അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി.
അത് കണ്ടത് അത്രയും നേരം ചിരിച്ചു കളിച്ചിരുന്ന വർണ്ണയുടെയും ശീലുവിൻ്റെയും മുഖം മങ്ങി. ശീലു ഒന്നും മിണ്ടാതെ തല കുനിച്ചിരുന്നു. ഇടയ്ക്ക് തല ചരിച്ച് വർണ്ണയെ ഒന്ന് നോക്കിയപ്പോൾ അവൾ ഏറെക്കുറെ അതേ അവസ്ഥയിൽ തന്നെയാണ്. അത് കണ്ടപ്പോൾ ശീലുവിനും കുറച്ച് സമാധാനമായി. ഭദ്രയാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ പുട്ട് കഴിക്കുന്ന തിരക്കിലാണ്. ശീലു, നിനക്ക് ചെറിയ അസൂയ തോന്നുന്നുണ്ടാ? വർണ്ണ അവൾക്ക് കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു. നിനക്കോ? കുറച്ച്. ഈ പിള്ളേരുടെ ഒരു കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒന്ന് വായടച്ച് വെക്കില്ല, എന്നിട്ട് കോഴി കൊത്തുന്ന പോലെ കുറച്ച് കഴിച്ചിട്ട് പോവും. അത് പറഞ്ഞ് ചെറിയമ്മ ശീലുവിൻ്റെ പ്ലേറ്റ് എടുത്ത് അതിൽ നിന്നും വർണ്ണയ്ക്കും ശീലുവിനും വാരിക്കൊടുക്കാൻ തുടങ്ങി. അതെ, ഇവിടെ നിങ്ങളുടെ ഒരു മകൾ കൂടി ഇരിക്കുന്നത് ഇടയ്ക്ക് ഓർത്താ നല്ലത് കേട്ടാ. ഞാനെന്താ തവിട് കൊടുത്ത് വാങ്ങിയതാണോ? ഭദ്ര ചെറിയമ്മയ്ക്ക് നേരെ വായ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ചെറിയമ്മ കുറച്ച് പുട്ടെടുത്ത് അവളുടെ വായിലേക്കും വെച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ട് പുഞ്ചിരിയോടെ ദത്തൻ ഇരിക്കുമ്പോഴാണ് ശ്രീ ദത്തൻ്റെ തോളി തട്ടിയത്. എടാ, കുറച്ച് മുമ്പ് പാർട്ടിയുടെ കാര്യം പറഞ്ഞ സീരിയസ് ആയിട്ടാ. അവനെന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്. പിന്നെ അങ്ങനെയൊന്നുമില്ല, അതവൻ്റെ പോലെ ഫ്രണ്ട്സ് ആയിരിക്കും. ഫ്രണ്ട്സാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവൻ ഉരുണ്ട് കളിക്കുന്ന എന്തിനാ? എൻ്റെ ബലമായ സംശയം അവനും അലക്ഷ്യമായി ഇപ്പോഴും എന്തോ റിലേഷൻ ഉണ്ടെന്നാ. നമ്മളോടൊക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ചിലപ്പോൾ അണ്ടർഗ്രൗണ്ട് വഴി ഇപ്പോഴും രണ്ടും ലൈൻ വലിക്കുന്നുണ്ടെങ്കിലോ? ഒന്ന് പോയ ശ്രീ, നാളെ ലിഷ്യയുടെ കല്യാണ. ഇനി ചിലപ്പോൾ നാളെ രാവിലെ കല്യാണ സാരി രണ്ടും കൂടെ ഒളിച്ചോടാനാ പ്ലാൻ ആണെങ്കിലോ? അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ പാർട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ നിസാരമട്ടി പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി. ഇനി എങ്ങാനും ചിലപ്പോ ഒരെങ്ങാനും ഇല്ല. നീ വല്ലതും കഴിച്ച് വേഗം ഓഫീസിൽ പോവാൻ നോക്കിക്കേ. അല്ല, ഒരു കാര്യം ഞാനിപ്പോഴും ഓർത്തേ, ആരാ നിന്റെ മനസ്സ് കാണാതെ പോയവള്? ദത്തനായി ചോദിച്ചു. ശ്രീ ഒന്നും മനസ്സിലാവാതെ ദത്തൻ്റെ മുഖത്തേക്ക് നോക്കി. ഏതവള്? അത് തന്നെ ഞാനും ചോദിക്കുന്നേ. നീ ഇന്നലെ കുടിച്ച് ബോധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. ഏതവളോ ചതിച്ചുന്നോ മനസ്സിലാക്കിയില്ലെന്നോ? എന്താ കാര്യം? ആരാള്? അതങ്ങനെയൊന്നും ഇല്ലടാ. ഞാനെന്തോ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഇമോഷണൽ ആയതാ. കുടിച്ചപ്പോൾ ആ ഹീറോയിൻ ഞാനാണെന്നൊരു കരുതി, അതാ. നീ ആരാ? തിളക്കത്തിലെ സലീം കുമാറാ? ദത്തൻ ചിരിയോടെ ചോദിച്ചു. അല്ലടാ, എന്ന് നിന്റെ മൊയ്തീനിലെ അപ്പുവേട്ടൻ, അവൻ ചിരിയോടെ പറഞ്ഞു കഴിച്ചെണീറ്റു. അപ്പം നിന്റെ കാഞ്ചനമാല ആരാ? ഞാൻ വെറുതെ പറഞ്ഞാ ദേവാ, എനിക്കങ്ങനെയൊന്നുമില്ല. അത് പറഞ്ഞ് അവൻ കൈ കഴുകാനായി പോയി. ഒപ്പം അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. അതാരും കാണാതിരിക്കാൻ അവൻ മുഖം കഴുകി ആർക്കും മുഖം കൊടുക്കാതെ റൂമിലേക്ക് കയറിപ്പോയി. പാർവതിക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ അമ്മ ചെറിയമ്മയെ നോക്കി കണ്ണുകൊണ്ട് എന്തോ കാണിച്ചു. ചെറിയമ്മ പറയാമെന്ന അർത്ഥത്തിൽ തല കാട്ടി ദത്തൻ്റെ നേരെ തിരിഞ്ഞു. ദേവാ, നിങ്ങളെപ്പോഴാ ഇറങ്ങണേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ റെഡിയായി ഇറങ്ങും. എന്നാ ഇവരുടെ ഒപ്പം പാറമോളെ കൂടെ കൂട്ടണേ, മോക്കും ഡ്രസ്സ് എടുക്കണം. ദത്തനൊന്നു മൂളി കഴിക്കൽ നിർത്തി എണീറ്റ് പോയി. ശീലവും ഭദ്രയിനി അവളെ കൂടെ സഹിക്കണമെന്നല്ലോ എന്ന് ആലോചിച്ചിരുന്നു. ഇത് പോരെ ഭദ്ര? മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്ന സാരികളിൽ ഒന്ന് സെലക്ട് ചെയ്ത് പാർവതി ചോദിച്ചു. റെഡ് കളറിൽ ഗോൾഡൻ കളർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയായിരുന്നു അത്. ഭദ്രയ്ക്കും ശീലുവിന് ആ സാരി ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്കിഷ്ടായി, ശീലു പറഞ്ഞു. എനിക്കും അതെ, ഭദ്ര പറഞ്ഞു. വർണ്ണ എന്താ ഒന്നും മിണ്ടാത്തേ? അതിലൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന വർണ്ണയെ നോക്കി പാർവതി പറഞ്ഞു. സാരി നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഇത് ഉടുക്കാൻ സമ്മതിക്കില്ല. അവൾ ചെറിയ കുട്ടികളെ പോലെ പറഞ്ഞതും പാർവതിക്ക് ചിരി വന്നു. നിനക്ക് ഇഷ്ടമാണെങ്കിൽ എടുക്കു പറഞ്ഞ മോളെ, ഏട്ടനോട് ഞങ്ങൾ പറയാം. അത് പറഞ്ഞ ശീലു ചുറ്റിനും ദത്തനെ തിരഞ്ഞു. ദേവേട്ടാ, ഒന്നും വന്നേ. ശീലു ഉറക്കെ വിളിച്ച ധ്രുവിയോട് സംസാരിച്ചു നിൽക്കുന്ന ദത്തൻ അവരെ തിരിഞ്ഞു നോക്കി. ശേഷം അവരുടെ അടുത്തേക്ക് വന്നു. ഒപ്പം ധ്രുവിയും. ധ്രുവി, എന്താ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണോ? ആ, നാളെ കല്യാണം അല്ലേ, അപ്പോൾ ഒരു ഷർട്ട് എടുക്കാന്ന് കരുതി. അപ്പം അതാ ഇവൻ ഇവിടെ നിൽക്കണു. ധ്രുവി ദത്തൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ദേവേട്ടാ, വർണ്ണയ്ക്ക് ഞങ്ങൾ സാരി എടുക്കട്ടെ? ശീല ചോദിച്ചത് സംശയത്തോടെ ദത്തൻ്റെ നെറ്റി ചൊളിഞ്ഞു. സാരിയാ?
അത് ഏട്ടാ, ഞങ്ങൾക്ക് 4 പേർക്കും സാരി ഇഷ്ടമായി. അപ്പൊ പറയാ സാരി എടുക്കുന്നത് ഏട്ട സമ്മതിക്കില്ലാന്ന്. എൻ്റെ കുട്ടിക്ക് സാരി വേണോ? ദത്തൻ തലചരിച്ച് പറഞ്ഞേ. നോക്കിയതും വേണ്ട എന്ന രീതി തലയാട്ടി. ഇടി പഞ്ചകി, നീ ഒറ്റയടിക്ക് മുറുകണ്ടം ചാടിയല്ലേ ഡുസ്റ്റേ. ശീലു പല്ല് കടിച്ചു. നമുക്ക് വേറെ ഡ്രസ്സുകളൊന്നും നോക്കാം, എന്നിട്ടും സാരി തന്നെയാണ് ബെറ്റർ എങ്കിൽ അത് തന്നെ എടുക്കാം. ദത്തൻ അവരെയും കൊണ്ട് അടുത്ത സെഷനിലേക്ക് നടന്നു. പാറു ചേച്ചി വാ, വർണ്ണ വിളിച്ചു. നിങ്ങൾ സെലക്ട് ചെയ്തോ, ഞാൻ വന്നോളാം. പാർവതി അത് പറഞ്ഞ് താല്പര്യമില്ലാതെ കുറച്ചപ്പുറത്ത് നിരത്തിയിട്ട ചെയറിലായിരുന്നു. അവളുടെ കണ്ണ് ഇടയ്ക്ക് ദത്തനും മേലും അവൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന വർണ്ണയ്ക്ക് മേലും മാറി വീണു. എത്രയൊക്കെ ശ്രമിച്ചിട്ട് എനിക്ക് ദേവേട്ടനെ മറക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ഇഷ്ടമാണ്. ചെറുപ്പം മുതൽ മനസ്സിൽ പതിഞ്ഞ പേര്. എനിക്ക് ദേവേട്ടനോടുള്ള സ്നേഹം ഏട്ടന് തരികയുണ്ടായിരുന്നില്ല. പക്ഷേ എൻഗേജ്മെൻറ്റിന് ശേഷം ഏട്ടനെ സ്നേഹിച്ചിരുന്നു. അവൾ തൻ്റെ മോതിരവിരലിലേക്ക് ഒന്ന് നോക്കി. ഇപ്പം ആ വിരൽ ശൂന്യമാണ്. ദേവേട്ടൻ പോയിട്ട് അത് അഴിച്ചു മാറ്റിയിരുന്നില്ല. ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ അത് ഉപേക്ഷിച്ചില്ല. പക്ഷേ പാർത്തിയേട്ടൻ ബലം പ്രയോഗിച്ച് അത് ഊരിയെടുത്തു. അത് അന്ന് വർണ്ണ തൻ്റെ കാല് പിടിച്ച് കരഞ്ഞ ദിവസം. പാർത്തിയേട്ടനോട് അന്ന് അഴിച്ചു മാറ്റരുതെന്ന് ഒരുപാട് അപേക്ഷ പറഞ്ഞ, പക്ഷെ കേട്ടില്ല. ഏട്ടൻ അന്നാണ് ആദ്യമായി എന്നോട് ദേഷ്യപ്പെടുന്നത് പോലും. വർണ്ണയെ എനിക്കിഷ്ടമാണ്, പക്ഷെ അതിനേക്കാൾ ഇഷ്ടം ദേവേട്ടനോടാണ്. അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല. അലക്കിയ തറവാട്ടിലെ പാർവതി തമ്പുരാട്ടി ഒറ്റയ്ക്കിരുന്ന് വലിയ ആലോചനയിലാണല്ലോ. ശബ്ദം കേട്ട് പാർവതി മുഖം ഉയർത്തി നോക്കിയതും തൊട്ടടുത്ത ചെയറിലിരിക്കുന്ന ദ്രവ്യ. എനിക്ക് ഞാൻ തോന്നിയ കാര്യങ്ങൾ ആലോചിക്കും, അത് താൻ അന്വേഷിക്കാൻ നിൽക്കണ്ട. അത് പറഞ്ഞ് അവൾ തിരിഞ്ഞിരുന്നു ഫോൺ നോക്കാൻ തുടങ്ങി. ഏയ് അങ്ങനെ പറയല്ല തമ്പുരാട്ടി. ദ്രവ്യ എണീറ്റ് അവളുടെ ഇടത് സൈഡിൽ വന്ന് അവൾക്ക് നേരെയായിരുന്നു. തനിക്ക് എന്താണ് വേണ്ടത്? എനിക്ക് കുറച്ച് സമാധാനം താ. എനിക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ തരുമോ? അവൻ ഒരു പുച്ഛച്ചിരി ചോദിച്ചു. വർഷം 4-5 കഴിഞ്ഞില്ലേ, എന്നിട്ടും തൻ്റെ ഈ എന്നെ കാണുമ്പോഴുള്ള ചൊറിയാൻ സ്വഭാവം മാറിയില്ലല്ലോടോ. ഇല്ലല്ലോ. പാർവതി തമ്പുരാട്ടി മാറ്റിത്തരോ? എടോ, എനിക്കൊരു വഴക്കിന് തീരെ താല്പര്യമില്ല. ദയവ് ചെയ്ത് കുറച്ച് സമാധാനം താ പ്ലീസ്. പാർവതി ഇരു കൈകളും കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അമ്പോ, ഇതെന്താ പ്ലാറ്റിന റിങ്ങാ? കൈ കൂപ്പി പിടിച്ച പാർവതിയുടെ ഇടത് കൈയിലെ ചെറുവിരലിലെ റിങ് കണ്ട് ധ്രുവി ചോദിച്ചു. ആണെങ്കിലും അല്ലെങ്കിലും തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. ഓ സോറി, ഐ എം റിയലി സോറി. തറവാട്ടിലെ രാജകുമാരിയാണല്ലോ, അപ്പം മിനിമം ഒരു പ്ലാറ്റിന എങ്കിലും വേണമല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ധ്രുവി അത് പറയലും അവളുടെ ചെറുവിരലിൽ നിന്ന് മോതിരം അഴിക്കലും കഴിഞ്ഞിരുന്നു. അവളുടെ വിരലിൽ റിങ് കുറച്ച് ലൂസായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ അത് അഴിച്ചെടുക്കാൻ ധ്രുവിക്ക് പറ്റി. എൻ്റെ റിങ് തിരിച്ചതോടെ പട്ടി, അവൾ ദേഷ്യത്തിൽ അലറി. ആ പാർവതി തമ്പുരാട്ടി ഫോമായല്ലോ. ഇതാണ് എൻ്റെ പഴയ പാർവതി തമ്പുരാട്ടി. ഒന്ന് പറഞ്ഞാൽ 4 തിരികെ പറയും, എൻ്റെ സുന്ദരിയായ ശത്രു. ചിരിയോടെ ദ്രവി പറഞ്ഞു. പാർവതിയുടെ ദേഷ്യം ഒന്നുകൂടെ വർദ്ധിച്ചു. എൻ്റെ റിങ് തിരികെ തരാനല്ലട പറഞ്ഞ. അവൻ്റെ കയ്യിൽ നിന്ന് റിങ്ങും തട്ടിപ്പറിക്കാൻ നോക്കിയെങ്കിലും പാർവതിക്ക് കഴിഞ്ഞില്ല. ഞാനിതൊന്ന് നോക്കട്ടെ പെണ്ണെ, ഞാനൊന്ന് നോക്കിയെന്ന് വെച്ച് നിൻ്റെ പ്ലാറ്റിന് ഒരുക്കി പോകത്തൊന്നുമില്ല. ഡാ, പാർവതി വിരൽ ചൂണ്ടി എന്തോ പറയാൻ എന്നത് ഒരു പെൺകുട്ടി പാർവതിയെ വിളിച്ചു. പാറു. കയ്യിൽ ഒരു കുഞ്ഞും മറ്റൊരു കയ്യിൽ ഒരു കുഞ്ഞിനെയും എടുത്ത് ഒരു പെൺകുട്ടി പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. എടി പാറു, ഇത് വലിയ സർപ്രൈസ് ആയി പോയല്ലോ. ആയിഷ, നീ എന്തെവിടെ? പാറുവിൻ്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. ഞാനിവിടെ എൻ്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിക്കാൻ വന്നാ. എന്തിനാടി എല്ലാവരും ഇവിടെ വരിക? ഡ്രസ്സ് എടുക്കാനല്ലേ, പിന്നെന്തിനെങ്ങനെ ഒരു ചോദ്യം? അതല്ലടി, നീ കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യാതെ ഹസ്ബൻഡിൻ്റെ ഒപ്പം കുവൈറ്റിൽ പോയതല്ലേ. ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ ലീവിന് വന്നതാടി. അടുത്ത ആഴ്ച തിരികെ പോവും. നീ ഇപ്പം എന്താ ചെയ്യുന്നേ? ഞാൻ തറവാട്ടിലെ തന്നെ കമ്പനിയിൽ കയറി, ഇപ്പോൾ എക്സ്പോർട്ടിങ്ങിൽ വർക്ക് ചെയ്യുക. നീയോ? ഞാനവിടെ ഇക്കടെ ബിസിനസ്സിൽ സഹായിക്കണോ. ഇതെൻ്റെ മക്കളാ. മൂത്തത് ഇഷാൻ, രണ്ടാമത്തെ പെൺകുട്ടിയാ, പേര് ഹിസ. നിന്റെ കല്യാണം കഴിഞ്ഞാ?
ആയിഷ ചോദിച്ചതും പാർവതി എന്ത് പറയണമെന്നറിയാതെ നിന്നു. എനിക്ക് ഓർമ്മയുണ്ട്, കോളേജിൽ പഠിക്കുമ്പോഴുള്ള നിന്റെ മുറച്ചെറുക്കൻ്റെ കാര്യം. അയാളുടെ പേര് പറഞ്ഞ് നിന്റെ പിറകെ നടന്ന എത്ര പിള്ളേരെയാ നീ ഓടിച്ചു വിട്ടത്? ആയിഷ ചിരിയോടെ പറഞ്ഞു. പാർവതി ഒന്നും മിണ്ടില്ല. എന്തായിരുന്നു ആ ചേട്ടൻ്റെ പേര്? ദേവ അങ്ങനെ എന്തോ അല്ലേ? കല്യാണം കഴിഞ്ഞു? എന്നായിരുന്നു? ദേവല്ല, ധ്രുവിക്കുന്ന. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, കല്യാണം അടുത്ത് തന്നെ ഉണ്ടാവും. അടുത്ത് നിൽക്കുന്ന ധ്രുവി പറഞ്ഞതും പാർവതി ഒന്ന് ഞെട്ടി. അയ്യോ സോറി, വർഷം കുറച്ചായല്ലോ, അതുകൊണ്ട് പേര് മാറിപ്പോയതാ. പിന്നെ ഫോട്ടോസും കണ്ടില്ല. അപ്പം ആള് ഈ ചേട്ടനായിരുന്നു അല്ലേ? എന്താ ഏട്ടൻ ചെയ്യുന്നേ? ഞാൻ ഡോക്ടറാണ്, ബാംഗ്ലൂരായിരുന്നു. ഇപ്പം അവിടുത്തെ ഒരു അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറി. ആണോ? ഓക്കെ. നീ ഇപ്പം നമ്മുടെ പിള്ളേരെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യണ്ടോ? ഇല്ലടാ. എന്നാൽ ശരി, ഞാൻ പോവാട്ടോ, കുറച്ച് തിരക്കുണ്ട്. പിന്നെ കല്യാണത്തിന് വിളിക്കണം കേട്ടാ, ഞാൻ നാട്ടിലുണ്ടെങ്കിൽ വരാം. തീർച്ചയായും വിളിക്കാം, ധ്രുവി പുഞ്ചിരിയോടെ പറഞ്ഞു. ആയിഷ യാത്ര പറഞ്ഞു പോയതും പാർവതി ദേഷ്യത്തോടെ അവന് നേരെ തിരിഞ്ഞു. ഇതോ ആരുടെയാടോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ്? താൻ ആരോടോ താൻ എന്തിനാ കല്യാണത്തിന് അവരോട് വിളിക്കാന്ന് പറഞ്ഞേ? അവൾ ആകെ ദേഷ്യത്തിൽ വിറക്കിയായിരുന്നു. ഒന്ന് നിർത്തി പറ എൻ്റെ പാറുകുട്ടി. ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞ ശ്വാസം കിട്ടാതെ നീ തട്ടിപ്പോവും. തൻ്റെ ഈ കളിയാക്കിയുള്ള സംസാരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾ ദേഷ്യം അടക്കി പറഞ്ഞു. ഹേ കൂൾ ബേബി, ഇങ്ങനെ ടെമ്പർ ആവാതെ. നിനക്ക് എന്താ അറിയണ്ടേ? ആരുടെ എൻഗേജ്മെൻറ്റാണ് കഴിഞ്ഞെന്നല്ലേ? നമ്മുടെ രണ്ടുപേരെ ദാ ഇപ്പോൾ ഇവിടെ വെച്ച് ഈ നിമിഷത്തിൽ. ധ്രുവി അവളുടെ മോതിര വിരലിട്ടു. എടോ താൻ എന്താ കാണിച്ചേന്ന് അവൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് ചോദിച്ചു. നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ഞാൻ നിന്റെ കയ്യിൽ റിങ് ഇട്ടു. അതെന്തിനാന്നാ ചോദിച്ചേ? ഈ വിരലിൽ ഞാൻ ആ റിങ് ടൈറ്റായ കാരണമാണ് ചെറുവിരലിലിട്ടെ. ഇനി ഞാനിതെങ്ങനെ അഴിക്കും? അവൾ ദേഷ്യത്തിൽ തന്നെ മോതിരം അഴിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയുന്നില്ല. അത് കണ്ട് ദ്രവ്യ അവളെ തടഞ്ഞു. അഴിച്ചു മാറ്റാൻ വേണ്ടിയല്ല ഞാനിതിട്ടെ. പിന്നെ നീ എന്താ കുറച്ച് മുമ്പേ ചോദിച്ചത്? താൻ ആരോടാ എൻ്റെന്ന്? താൻ എന്തിനാ കല്യാണത്തിന് അവളോട് വിളിക്കാമെന്ന് പറഞ്ഞതെന്ന്? അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നില്ല. എൻ്റെ പാഴ് തമ്പുരാട്ടി പ്രവർത്തിച്ച് കാണിക്കാം കേട്ടോ. പോക്കറ്റ് റിങ് ചെയ്യുന്ന ഫോൺ അറ്റൻഡ് ചെയ്ത് ധ്രുവി പുറത്തേക്ക് പോയി. എന്നാൽ അതേസമയം അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ, അവൻ്റെ ഈ ഭാവമറ്റം മനസ്സിലാവാതെ ഇരിക്കുകയായിരുന്നു പാർവതി. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കി ഗൈസ്. പലർക്കും സ്റ്റോറിയിലെ കഥാപാത്രങ്ങളുടെ പേര് അറിയുന്നില്ല എന്ന്. ശ്രീരാഗും ദേവരാഗും രണ്ടാളുകളാണ്. ദേവരാഗ് എന്നത് രാഗ്, അതായത് ദത്തൻ്റെ ഏട്ടനാണ്, ദർശനയുടെ ഹസ്. ശ്രീരാഗ് എന്നത് ശ്രീഭദ്രയുടെ ഏട്ടനാണ്, ചെറിയമ്മയുടെ മോൻ. ഞാൻ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ഒന്നുകൂടെ പറഞ്ഞുതരാം. പാലയ്ക്ക തറവാട്ടിലെ ആണ് രേണുകാമ്മ. അവർക്ക് 3 മക്കൾ. മൂത്തവൻ മുകുന്ദൻ, രണ്ടാമത്തത് മാലതി, ഇളയവള് മഹാദേവൻ. മുകുന്ദൻ വർമ്മയ്ക്ക് 3 മക്കൾ. ദേവരാഗ് എന്ന രാഗ്, ഭാര്യ ദർശന. ദേവദത്തൻ എന്ന ദേവ, ഭാര്യ വർണ്ണ. ദേവശില്പ എന്ന ശീലു. ഇത് ദത്തൻ്റെ അനീതിയാണ് ശീലൂട്ട. ഇനി മാലതി അമ്മായിയുടെ ഭർത്താവിൻ്റെ പേര് ചന്ദ്രശേഖരൻ. അവർക്ക് 3 മക്കൾ. പാർത്തിക്കും എന്ന പാർത്തി, പാർവതി എന്ന പാറു, പൂർണിമ എന്ന നീമ. മഹാദേവൻ അതായത് ഭാര്യ സുധ, 2 മക്കൾ. അതായത് ചെറിയമ്മയ്ക്ക് 2 മക്കൾ. ശ്രീരാഗും എന്ന ശ്രീയും ശ്രീഭദ്ര എന്ന ഭദ്രയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ചോദിക്കരുത്, കൺഫ്യൂഷൻ വേണ്ട കേട്ടാ. 9 മണിക്ക് വേറെ പാർട്ടി ഇല്ല കേട്ടാ പിള്ളേരെ. ഭയങ്കര തിരക്കാ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിസി ഷെഡ്യൂളാണ്. അതുകൊണ്ടാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ കേട്ടോ. നാളെ തരാൻ പറ്റുമോ നോക്കാം കേട്ടോ. ബൈ, താങ്ക് യു.